ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ആരെങ്കിലും വന്നാൽ ഒരു ഹായ് പറയണേ. കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. റെസ്പോണ്ട് ചെയ്യണേ. ടെൻ തേർട്ടിക്ക് അല്ല, 10:30 അല്ല, നാട്ടിൽ 12 o'clock ആണ്. ഇവിടെ UAE 10:30. ലൈവ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഓടി ഓടി വായോ. കാണുന്നുണ്ടോ, കാണാമോ കേൾക്കാമോ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? 1-2 പേര് എത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാണാമോ കേൾക്കാമോ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് ഹെൽപ്പായേനെ. പ്രീതി കേൾക്കാം അല്ലേ? ഹായ് സിൽവി. കുറച്ച് പേരോട് ഒന്ന് വന്നോട്ടെ. എവിടെ എല്ലാവരും? ജയശ്രീ, പവിത്ര, എല്ലാവരും ഓടിവായോ. ഹായ് സുരേഷ്. എല്ലാവർക്കും അറിയാം ഫ്രൈഡേ നമ്മുടെ ഈ സമയത്ത് ലൈവ് ക്വിസ് ഉള്ളതാണ്. കേൾക്കാം അല്ലേ? ഓക്കെ, കുറച്ച് പേരോട് ഒന്ന് വന്നോട്ടെ അല്ലേ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അബു ഹായ്. ഓക്കെ, കാണാം കേൾക്കാം, സന്തോഷം. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുറച്ച് പേരോടൊന്ന് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എന്തായിരിക്കും ഇന്നത്തെ ക്വിസ് എന്ന് ആർക്കെങ്കിലും ഇപ്പോൾ ഉള്ളവർക്ക് ഒന്ന് ഊഹിക്കാമോ, ഒന്ന് പറയാമോ? എന്തായിരിക്കും? പവിത്ര, ഞാൻ വന്നു. ഓക്കെ, ഞാൻ യാത്രയാണ്. എവിടെയാണ് സിൽവി ഇനി യാത്ര? ജയ്പൂരിൽ തിരിച്ചു വന്നില്ലേ? എന്തായിരിക്കും ഇന്നത്തെ ക്വിസ് എന്നൊന്ന് പറയാമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ആരും ഒന്നും പറയണില്ല. എല്ലാരും വിളിച്ചിട്ട് വായോ. നന്ദേച്ചി ഹായ്. കേൾക്കുന്നില്ലേ? ഞാൻ ചോദിക്കുന്നൊന്നും കേൾക്കുന്നില്ല ആർക്കും. ഇന്നത്തെ ക്വിസ് എന്തായിരിക്കും, എന്താണ് എന്നൊന്ന് ഗസ് ചെയ്യാമോ, പറയാമോ? ജസ്റ്റ് എല്ലാരും വരുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ചെയർ ചെയ്തിരിക്കാൻ വേണ്ടിട്ടാട്ടോ. ബ്രീസ ഹായ്. എന്തായാലും വെള്ളം കുടിപ്പിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ പറയല്ലേ, എന്നെ കാണുമ്പോഴേ അങ്ങനെ പറയരുത് കേട്ടോ. അല്ല, ഒട്ടും വെള്ളം കുടിപ്പിക്കുന്നതല്ല. ഇതിപ്പോ നമ്മുടെ ബുദ്ധിയോ അറിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടിയിട്ടല്ല. ജസ്റ്റ് ഓർമ്മശക്തി, ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ട് ഒത്തിരി പരിചയമുള്ള സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഹായ് ജയശ്രീ. അല്ലാതെ ഇന്ന് ആരുടെ അറിവും ബുദ്ധിയും കാര്യങ്ങളും ഒന്നും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല കേട്ടോ. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണല്ലോ ഓർമ്മ എന്ന് പറയുന്ന സാധനം. അതുണ്ടോ എന്നൊന്ന് പെട്ടെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓർമ്മ ഉണ്ടെങ്കിലും നമ്മുടെ ഈ നെറ്റും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണമല്ലോ. ആദ്യം ഉത്തരം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രധാന കാര്യമാണ് നമുക്കിവിടെ കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ എപ്പോഴത്തെ പോലെ ക്വിസില് ആദ്യത്തെ 3 പേർക്കായിരിക്കും പോയിന്റ് കൊടുക്കുക. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അബു പറഞ്ഞു ഫിലിം ക്വിസ്. ഓക്കെ, അപ്പൊ അബുവിന് തന്നെ ഫസ്റ്റ് പോയിന്റ് അങ്ങ് കൊടുത്തേക്കാൻ തോന്നുന്നു. ഫിലിം ക്വിസ് തന്നെയാണ് കേട്ടോ. കണ്ടോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എന്ത് പറയുന്നു? തുടങ്ങാം. ഒരു 5 മിനിറ്റോളം നമ്മള് സിനിമ. ഓക്കെ നന്ദേച്ചി, സിനിമ തന്നെയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. കുറച്ച് പേര് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ കുറെ പേരോട് വന്നിരുന്നെങ്കിൽ എളുപ്പം നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, വാശിയേറിയ മത്സരം നമുക്ക് കാണാമായിരുന്നു. എത്തിയിട്ടില്ല. എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് സമയമില്ല, നമുക്ക് ആകെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമുക്ക് തീർക്കണം. സിനിമയാണ്. സിനിമയിലെ ഡയലോഗുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ അത് ഓർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പോയിന്റ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ ചോദ്യം ചോദിക്കാം. ഓർമ്മക്കേടാണ് വലയ്ക്കുന്നത്. ഇത് സിനിമ ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഡിസ്ക്രിപ്ഷൻ വന്നില്ലേ? ഓക്കെ. അപ്പോ ചോദ്യം ചോദിക്കാം. കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഈ ഡയലോഗ് പറയുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണ്? കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.
ഈ ഡയലോഗ് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. പറയാമോ? പെട്ടെന്ന് പറയാമോ? വേഗം വരും, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വാ. കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഈ ഡയലോഗ് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. സിനിമയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, ഉറപ്പാണ്. കഥാപാത്രത്തിന്റെ പേര് പറയാം. ഞാൻ എല്ലാരെയും വിളിച്ചോണ്ട് പെട്ടെന്ന് വിളിച്ചിട്ടോ. എല്ലാരും ഉറക്കമാണെന്ന് തോന്നുന്നതോ എന്തോ മറന്നുപോയോ? പ്രീതി പവിത്രന്റെ ഉത്തരം വന്നിട്ടുണ്ട്. മുകുന്ദനുണ്ണി വക്കീൽ, അഡ്വക്കേറ്റിന്റെ പേരാ ചോദിച്ചേ. ഞാൻ സലീം കുമാർ എന്ന് സാബിറ പറഞ്ഞു. ഞാൻ ഇത് സിനിമ നടന്റെ പേരല്ല ചോദിച്ചത്, കഥാപാത്രത്തിന്റെ പേരാണ്. ആ സിനിമയിൽ എന്താണോ അയാൾ ചെയ്തിരിക്കുന്നത് അതാണ് ചോദിക്കുന്നത്. നന്ദേച്ചി പറഞ്ഞിരിക്കുന്നു ജഗദീഷ്, SRK അബു, മുകുന്ദനുണ്ണി, സലീം കുമാർ. ഞാൻ പറഞ്ഞ സിനിമ നടന്റെ പേരല്ല, ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് ചോദിച്ചത്. അപ്പോ ഇന്ദു പ്രശാന്ത് പറഞ്ഞു, ജഗദീഷ് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും സിനിമാ നടന്റെ പേര് പറയാണ് കേട്ടോ. അപ്പോ ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം വന്നിരിക്കുന്നത് ആദ്യം പറഞ്ഞത് പ്രീതി പവിത്രനാണ്, മുകുന്ദനുണ്ണി വക്കീൽ. അതെ, ഉത്തരം അതാണ്, മുകുന്ദനുണ്ണി എന്നാണ്. പിന്നീട് സാബിറ പറഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, സാബിറയ്ക്കും ഒരു പോയിന്റ്. പിന്നെ സിൽവി പറഞ്ഞു മുകുന്ദനും എന്ന് പറഞ്ഞിരിക്കുന്ന മുകുന്ദൻ. ഓക്കെ, ശരി, സിൽവിക്കും ഒരു പോയിന്റ് ഉണ്ട്. മുകുന്ദനും എന്നാലും കുഴപ്പമില്ല കേട്ടോ. അത് നമ്മള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. കഥാപാത്രത്തിന്റെ പേര് ഞാൻ പോയിട്ട് ഒരു മണിക്ക് വരാം. എല്ലാം കഥാപാത്രത്തിന്റെ പേരൊന്നും അല്ല, നമ്മൾ മാറ്റി മറിച്ചൊക്കെയാ ചോദിക്കുന്നത് കേട്ടോ. എല്ലാം ഒന്നും കഥാപാത്രത്തിന്റെ പേരല്ല. അതുകൊണ്ട് ചോദ്യം ശ്രദ്ധിച്ചിരിക്കണം, എന്താണ് ചോദിക്കുന്നത്. ചിലപ്പോൾ നടന്റെ പേരായിരിക്കാം, ചിലപ്പോൾ കഥാപാത്രത്തിന്റെ പേരായിരിക്കാം, ചിലപ്പോൾ സിനിമയുടെ പേരായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം. അപ്പോ അടുത്ത ചോദ്യം, ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് നിശ്ചയില്ല, അങ്ങനെ സംഭവിച്ചതാ. ഏതാണ് സിനിമ? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പോയിട്ടില്ലല്ലോ എന്ന് പറയില്ലേ, അതുകൊണ്ട് യന്ത്രത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് അത്ര നിശ്ചയില്ല, അങ്ങനെ സംഭവിച്ചതാ. ഏതാണ് സിനിമ? അബു പറഞ്ഞിരുന്നു. അബു പറഞ്ഞത് നോക്കട്ടെ, ഒരു മിനിറ്റ്, എനിക്ക് കിട്ടിയത് ആദ്യം പറഞ്ഞത് പ്രീതി, പിന്നെ വന്നത് അബു ആണല്ലേ. ഓക്കെ, അബു സാബിറ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു അബു, കറക്റ്റ് ചെയ്തേന് കേട്ടോ. അപ്പോ 3 പേർക്കാണ് പോയിന്റ്, പ്രീതി, സാബിറ, അബു. അപ്പൊ രണ്ടാമത്തെ എന്താണ്? സലീം കുമാറാണ്. അഡ്വക്കേറ്റ് പേര് പറഞ്ഞു. അതാണ് നമ്മൾ ഓർമ്മശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ക്വസ്റ്റ്യൻ, കഥാപാത്രത്തിന്റെ പേര്. ഓക്കെ, രണ്ടാമത് കിട്ടിയോ? രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? പ്രീതി പവിത്രൻ. ഞാൻ ചോദിച്ചത് ഓക്കെ, ഈ പോളിടെക്നിക്കൽ ഒന്ന് പോയിട്ട് ഏതാണ് സിനിമ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറെ പേരുടെ ഉത്തരം വന്നിട്ടുണ്ട്. പ്രീതി പറഞ്ഞു തലയണ മന്ത്രം പറഞ്ഞു, ബ്രീസ വടക്ക് നോക്കി യന്ത്രം, ഇന്ദു തലയണ മന്ത്രം, സുമേഷ് തലയണ മന്ത്രം. ഓക്കെ, പോയിന്റ് എന്റെ മകന് കൊടുക്കണം, അവനാണ് ഉത്തരം പറഞ്ഞത്. മകനാണ് ഓർമ്മശക്തി അല്ലേ. ജയശ്രീ തലയണ മന്ത്രം, സാബിറ തലയണ മന്ത്രം, എല്ലാവരും ഉത്തരം പറയണം. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം അല്ലേ. ഞങ്ങൾ പോയിട്ട് ഫാമിലി ആയിട്ടാണ് അത് ശരി. അപ്പൊ എന്തായാലും പോയിന്റ് ഉറപ്പാണ്. അപ്പൊ ആദ്യം പറയണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ പ്രീതിയാണ് ആദ്യം ഉത്തരം പറഞ്ഞത്, തലയണ മന്ത്രം. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇന്ദു. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് സുമേഷ്. സുമേഷിന് ഒരു പോയിന്റ്, ഇന്ദുവിന് ഒരു പോയിന്റ്, പിന്നെ പ്രീതിക്ക് ഒരു പോയിന്റ്. ഓക്കെ, ഇത്രയും പേരാണ്. ഓക്കെ, അടുത്ത പഞ്ചാബി ഹൗസ് വന്നു, പറക്കം തളിക വന്നു, എന്തെല്ലാം ഉത്തരങ്ങളാണ് വന്നിരിക്കുന്നത്. അടുത്തത് ചോദിക്കട്ടെ. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. കഥാപാത്രത്തിന്റെ പേരാണ്, സിനിമയല്ല, നടനല്ല. നടൻ എന്തായാലും എല്ലാവർക്കും അറിയാം. മൈ ഫോൺ നമ്പർ ഈസ് 2255.
ഞാനാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ആദ്യം പറഞ്ഞാലും രണ്ടാമത് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അത് 3 പേർക്കാണ് പോയിന്റ്. സുമേഷ് ഞാൻ പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഇവിടെ വരുന്നത് അനുസരിച്ചാണ് ഞാൻ നോട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അഡ്മിൻസ് ഉണ്ട്, അവരും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ഉത്തരങ്ങളാണ് പറഞ്ഞത്. എനിക്കൊന്ന് ആദ്യം വന്നത് പ്രീതിയുടെ ആണ്, അതിനുശേഷമാണ് സുമേഷിന്റെ പേര് വന്നിരിക്കുന്നത്. നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈ ഫോൺ നമ്പർ ഈസ് 2255. വിൻസെന്റ് ഗോമസ്, സുമേഷ് വിൻസെന്റ് ഗോമസ്, പ്രീതി വിൻസെന്റ് ഗോമസ്. ഓക്കെ, പോരട്ടെ പോരട്ടെ പോരട്ടെ. എല്ലാവർക്കും അറിയാം അല്ലേ? ഇതിനിടയ്ക്ക് ആരാ സാഗർ ഏലിയാസ് ജാക്കി പറഞ്ഞത്? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാം അതുപോലൊക്കെ തന്നെയാണല്ലോ. പ്രിൻസ് വിൻസെന്റ് ഗോമസ്. അപ്പൊ ഉത്തരം പറയാം. ഉത്തരം പറഞ്ഞത് 3 പേരാണ്. പ്രീതി, സുമേഷ്, ജയശ്രീ. 3 പേർക്കാണ് കേട്ടോ. 3 പേർക്കും ഓരോ പോയിന്റ് ഉണ്ട്. ഇതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞു പറയണ്ട. ഇത് എനിക്കൊന്ന് ആദ്യം പറഞ്ഞത് ജയശ്രീ ആണ്, പിന്നെ സുമേഷ്, പിന്നെ പ്രീതി കേട്ടോ. 3 പേർക്കും പോയിന്റ് ഉണ്ട്. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വേഗം ഉത്തരം പോരട്ടെ. ഞാൻ ഒരു തേവിടിശിയായതിന്റെ മഹത്വം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ്. അഞ്ജു ഹായ്. ഞാനൊരു തേവിടിശിയായതിന്റെ മഹത്വം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഭയങ്കര വൈകാരികമായ മുഹൂർത്തമാണ് ഇത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെറിയൊരു ക്ലൂ തരാം. നടിയാണ് പറയുന്നത്. പറയാമോ? ഉത്തരം പറയാമോ? വേഗം പറയാമോ? ഇത് ഏത് സിനിമയിലേതാണ്? ഏത് സിനിമയിലേതാണ്? വൈശാലിയോ? വൈശാലിയിൽ ഇങ്ങനത്തെ ഡയലോഗ് ഉണ്ടോ? വൈശാലിയിൽ ഇങ്ങനെയൊക്കെ പറയാം. വൈശാലി ഭയങ്കര പോളിഷ്ഡ് ലാംഗ്വേജ് ഒക്കെ പറയുന്നതല്ലേ? നെറ്റ് സ്ലോ ആണല്ലേ? ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ജയശ്രീ അവളുടെ രാവുകൾ പറഞ്ഞു. വീണ്ടും വൈശാലി, ബിനോ വൈശാലി പറഞ്ഞിരിക്കുന്നു. ജസി ഹായ്. എല്ലാവരും ലേറ്റ് ആയി അല്ലേ? സുമേഷ് അവളുടെ രാവുകൾ, വൈശാലി. എല്ലാരും വൈശാലി എന്താ പറയുന്നത്? വൈശാലിയിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടോ? സ്മിത പൗലോസ് മതിലുകൾ. ബിനോ ഹായ്. ഓക്കെ, അപ്പോ ഉത്തരം വന്നിരിക്കുന്ന എത്ര പേരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, 3 പേര് പറഞ്ഞു. സീമന ഓർമ്മ വന്ന ആൾക്കൂട്ടത്തിൽ തന്നെയാണ്. അല്ല കേട്ടോ, 3 പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ്. ജയശ്രീ പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ, സുമേഷ്, പിന്നെ സൗമ്യ അമ്മാളും അല്ലേ? സൗമ്യ അമ്മാളും. സൗമ്യ വന്നതേ ഒരു പോയിന്റ് അടിച്ചു കേട്ടോ. അഭിമന്യു ഒക്കെ പറഞ്ഞു അല്ലേ? അയ്യോ, അത് സീമ ടീച്ചറാണ്. ശരിയാ. അപ്പൊ അവളുടെ രാവുകളാണ് ഉത്തരം. 3 പേരാണ് ഉത്തരം പറഞ്ഞത്. ജയശ്രീ, സൗമ്യ, സുമേഷ്. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്ക് ഓരോ പോയിന്റ് ഉണ്ട്. അടുത്ത ചോദ്യം പറയട്ടെ. ഒരിക്കലും ഒരു SSLC-കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര് എന്താണ്? ഒരിക്കലും ഒരു SSLC-കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. ഇത് ഭയങ്കര രസകരമായ ഒരു മൂവിയാണ്. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ആസ്വദിച്ച മൂവിയാണ്. പെട്ടെന്ന് എല്ലാവർക്കും കിട്ടും. നല്ല ഒരു കോമഡി കോംബോ. ഒരുപാട് സിനിമകളിലെയാണ്. ചിരിച്ച ആളിങ്ങോട്ട് വേണം. സീമ ടീച്ചറാണെന്ന് പറഞ്ഞേനല്ലേ? സീമ ടീച്ചറാണെന്ന് പറഞ്ഞേനെ. ഓക്കെ, അപ്പൊ ഇതൊന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞേ. അത് മുഴുവൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. കൃത്യമായുള്ള പേര്. നമ്മുടെ അതിനകത്തുള്ള ഒരു വിളിപ്പേരല്ല, എന്നാലും കുഴപ്പമില്ല. വിളിപ്പേരാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇന്ദു പ്രശാന്ത് പറഞ്ഞു. ദാസൻ എന്ന് പറഞ്ഞു. സ്മിത വിജയൻ എന്ന് പറഞ്ഞു. അഞ്ജു രഞ്ജിമ ദാസൻ, ജയശ്രീ ജോൺ ദാസൻ, സുമേഷ്. അപ്പൊ എല്ലാവരും ഉത്തരമാണ്. ദാസൻ വിജയൻ. രണ്ടുമൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ദാസനും വിജയൻ ഒറ്റ കഥാപാത്രത്തിന്റെ പേരെ ചോദിച്ചുള്ളൂ. ആര് പറഞ്ഞു? ദാസനോ വിജയനോ? ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതായിട്ട് നോക്കിക്കേ. എന്നിട്ടും ആൾക്കാരെ ഉത്തരം തെറ്റിച്ചിരിക്കുന്നത് നോക്കിയല്ലേ? അതാണ് ഓർമ്മശക്തി എന്ന് പറയുന്നതിന്റെ കാര്യം.
നിരന്തരം നമ്മൾ കേൾക്കുന്ന കാര്യം പോലും നമുക്ക് കിട്ടാതെ വരുന്ന ഒരു ഇത്. അപ്പോ ഇതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇന്ദു ആണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ഇന്ദു, പിന്നെ അഞ്ജു, ജയശ്രീ. ഓക്കെ, 3 പേർക്കാണ്. ഇന്ദു, അഞ്ജു, ജയശ്രീ 3 പേർക്കാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജയശ്രീ, പവിത്ര ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. മോഹൻലാലിന്റെ നാടോടിക്കാര് ദാസനും വിജയനും. ഞാൻ ഒരു കഥാപാത്രത്തിന്റെ പേര് സമയം വെയിറ്റ് ചെയ്തോ കേട്ടോ. എന്തായാലും അടുത്തതും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ പോയിന്റ് എല്ലാം ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ടേ പോകാവൂ. വിജയൻ, ദാസനും ഒക്കെ. അപ്പൊ ഞാൻ സിനിമയല്ല ചോദിച്ചത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പെൺപിള്ളേരെ റോട്ടിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? എടാ, നീയാണ് ഈ അലവലാതി ഷാജി. ഏതാണ് സിനിമ? ഷാജി അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. പെൺപിള്ളേരെ റോട്ടിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? എടാ, നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? ഏതാണ് സിനിമ? അത് ഓൾറെഡി ഒരുപാട് കോമഡി ഷോയ്ക്കകത്തൊക്കെ ആൾക്കാർ ചെയ്യുന്നതാണ് അല്ലേ? നമ്മള് സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണിത്. നീയാണല്ലേ ഈ അലവലാതി ഷാജി എന്ന് ചോദിക്കുന്നത്. ഹിറ്റ്ലർ അല്ല. ഹിറ്റ്ലറൊക്കെ ഒത്തിരി, അതിനകത്ത് അങ്ങനത്തെ കാര്യമുണ്ടോ? ഇല്ല. ആരാ പറഞ്ഞേ? ചാകര, അങ്ങാടി. അങ്ങാടിയാണോ? അങ്ങാടിയല്ല. അങ്ങാടി എന്നാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത്. അങ്ങാടിയല്ല. അപ്പോ ഇതാരും പറയുന്നില്ലേ പേര്? അങ്ങാടിയിലൊക്കെ ഒരുപാട് അങ്ങനത്തെ ഡയലോഗുകളുണ്ട്. അങ്ങാടിയാണോ? അങ്ങാടിയല്ല. അങ്ങാടി അതിലല്ല ഈ ഡയലോഗ് ഉള്ളത്. അതിലും വളരെ പ്രശസ്തമായ ഡയലോഗുകളുള്ള സിനിമയാണ്. ആർക്കും ഉത്തരം അറിയില്ലേ? അപ്പൊ അത് സ്കിപ്പ് ചെയ്യണോ? എന്താണ് ജയശ്രീ, സ്കിപ്പ് ചെയ്യണോ അതോ ഉത്തരം പറയണോ? അങ്ങാടി, എല്ലാരും അങ്ങാടി, ചാകര ഒക്കെയാണ്. പഴയ സിനിമയായിട്ടായിരിക്കും അല്ലെ? ചാകര. ഇത് സിനിമ ലിസയാണ്. ലിസ കേട്ടോ. അപ്പൊ അത് പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. പോയിന്റ് ഇപ്പൊ എനിക്കിടാം. എത്ര പ്രാവശ്യം പറഞ്ഞു? അങ്ങാടി അല്ല കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. ലിസ, അതെ ലിസയാണ്. ലിസ. ഇപ്പൊ ജയശ്രീ പറഞ്ഞു. ഞാൻ ഉത്തരം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്ത് വേണം? ആരും ഉത്തരം പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്ത്. കോളിളക്കമല്ല കേട്ടോ. ലിസയാണ്. അപ്പോ അതിന്റെ പോയിന്റ് ഞാനിങ്ങ് എടുത്തു. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞത് ഒത്തിരി ലേറ്റായി. സുമേഷ് എവിടെ? സുമേഷ് ഉത്തരം പറഞ്ഞിരുന്നോ? സുമേഷ് ലിസ എന്ന് പറഞ്ഞോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ ജയശ്രീ ആണ്. പക്ഷെ ഞാനത് ഉത്തരം പറഞ്ഞതിന് ശേഷമാണ് ആണോ? അതിന് മുന്നേ പറഞ്ഞു. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അത് കണ്ടത് കേട്ടോ. എങ്കിൽ ഓക്കെ, ജയശ്രീക്ക് ഒരു പോയിന്റ് ഇടുന്നു. ഓക്കെ, ഞാൻ ഉത്തരം പറഞ്ഞത് കേട്ടിട്ടല്ല പറഞ്ഞത്. ഓക്കെ, ജയശ്രീക്ക് ഒരു പോയിന്റ്. പിന്നെ എങ്കിൽ ഒരാൾ കൂടെ ഉണ്ട്, അബുവിനും കൂടി ഒരു പോയിന്റ് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിന് ശേഷമല്ല അവര് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചു കേൾക്കണം. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ്. ഇത് ഏത് സിനിമയിലേതാണ്? ഒരു കൊച്ചുകുട്ടികളുടെ സിനിമ ആയിരിക്കും അല്ലേ? ഓക്കെ. അബു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അബുവിനും ജയശ്രീക്കുമാണ്. 3 പേർക്ക് ഇത്തവണ പോയിന്റ് ഇല്ല. 2 പേരെ പറഞ്ഞുള്ളൂ. അപ്പൊ 2 പേർക്കും പോയിന്റ് ഇട്ടുണ്ട്. ജയശ്രീ, അബു. ഓക്കെ, അപ്പോ ഇത് ഏത് സിനിമയാണെന്നാ പറയേണ്ടത്. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ്. ആരും പറഞ്ഞെങ്കിൽ പോയിന്റ് ഞാനിങ്ങ് എടുക്കുക. അത് ഞാൻ എടുക്കാനിരുന്നതാണ് സ്മിത, പക്ഷെ അവർ തന്നില്ല. അതെ, അബുവും പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ അത് 2 പേർക്കും പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് അത് അതിനകത്തൊരു ഇതില്ല. ആദ്യം പറയുന്ന 3 പേർക്ക് നമ്മൾ പോയിന്റ് കൊടുത്തിരിക്കും. ഒരു പോയിന്റേ ഉള്ളൂ. ആദ്യം പറഞ്ഞാലും രണ്ടാമത് പറഞ്ഞാലും ഒരു പോയിന്റേ ഉള്ളൂ. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ്. ഇത് ഏത് സിനിമയിലേതാണ്? ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ആദ്യം പറഞ്ഞത് പ്രീതി, പിന്നെ സ്മിത. ഓക്കെ, പ്രീതി. ഓക്കെ, നോക്കട്ടെ. തൂവൽ സ്പർശം,
സ്മിത പൗലോസ് ഏതാണ് കിലുക്കം, ജയശ്രീ ജോൺ തൂവൽ സ്പർശം, ജയൻ ടി ജി രവിയോട് പറയുന്നതാണ്. അതെ 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 ഓക്കെ, ചാകരയാണ് അല്ല ലിസയാണ് കേട്ടോ. ഇന്നസെന്റ് ഞാൻ പറഞ്ഞ ഉത്തരം പറയുന്നതിന് മുൻപേ. ഓക്കെ 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 ഓക്കെ, ഞാൻ പോയിന്റ് ഇട്ടിട്ടുണ്ട്, സമാധാനിക്കോ. സാബിറ തൂവൽ സ്പർശം, ശിശുപാലം പറയുന്നത്. അതെ അതെ അതെ, ശിശുപാലം പറയുന്നതാണ് നമ്മുടെ ബേബി സിറ്റർ. ഓക്കെ, അപ്പൊ ഉത്തരങ്ങൾ വന്നു. 3 പേര് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ആദ്യം പ്രീതി, ജയശ്രീ. ഇത് ഇന്നത്തെ വമ്പിച്ച പോരാട്ടമാണ് കേട്ടോ. ജയശ്രീ, പിന്നെ ആരാണ്? ഞാൻ നടന്റെ പേരല്ല, സിൽവി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സിൽവി ഇങ്ങനെ ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ പോയിന്റാ പോകുന്നതെന്ന് ഓർത്തോണേ. സാബിറയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 3 പേരാണ്, ജയശ്രീ, പ്രീതി, സാബിറ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോഴേ ഉള്ള നടന്റെ പേര്, ചിലപ്പോ കഥാപാത്രത്തിന്റെ പേരായിരിക്കും. കഥാപാത്രത്തിന്റെ പേര് വെച്ച് നടന്റെ പേര് പറയല്ലേ. അപ്പോ അടുത്തത്, പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. വളരെ പ്രശസ്തമായ സിനിമയാണ്. ഈ ഡയലോഗും എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കഥാപാത്രത്തിന്റെ പേര് ചാകര സിനിമയിലാണ് ആ ഡയലോഗ്. എനിക്ക് അതിനകത്ത് നിന്ന് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയ ഉത്തരം ലിസ എന്നാണ്. നമുക്ക് നോക്കാം. എന്തായാലും സുമേഷിന് പോയിന്റ് ഉണ്ടല്ലോ. സുമേഷിനല്ലേ അതിന്റെ പോയിന്റ് കിട്ടിയത്, അതോ അബുവിനാണോ? ലാസ്റ്റിൽ പറയുന്ന ആൾക്ക് സമ്മാനം. അങ്ങനെയാണ് ഞാൻ 10-15 ഉത്തരം വരുന്നത് വരെ ഞാൻ നോക്കിയിരിക്കണം. ഇന്ന് ശ്രീദേവി ഇല്ലല്ലോ, മുറിയിൽ ശ്രീദേവിയെ പൂട്ടിയിടും. പൂട്ടിയിട്ടേക്കും ആണോ എന്തോ. അപ്പൊ ചോദ്യം കേട്ടിരുന്നോ? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. ഞാനല്ല പോളണ്ടിനെ പറ്റി പറയുന്നത്. പറയൂ പോളണ്ടിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയൂ. ഉത്തരം ഓക്കെ, വന്നിട്ടുണ്ടല്ലോ. ആരാണ്? പ്രീതി പവിത്രൻ പറയുന്നു, രമേശൻ എന്ന് പറയുന്നു, ജിഷ റീജോ ശ്രീനിവാസൻ. ഞാൻ നടന്റെ പേരല്ല ചോദിച്ചത്, ഞാൻ കഥാപാത്രത്തിന്റെ പേരാണ് ചോദിച്ചത്. ജയശ്രീ ജോൺ പറയുന്നു കോട്ടപ്പള്ളി. എല്ലാരും കോട്ടപ്പള്ളി എന്ന് എഴുതുന്നുള്ളൂ. ഫുൾ നെയിം എഴുതൂ, ഫുൾ നെയിം പറയൂ, ശരിക്കുള്ള പേര് പറയൂ അയാളുടെ. കോട്ടപ്പള്ളി എന്നാണ് സിനിമയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഈ കോട്ടപ്പള്ളിക്ക് മാർക്ക് തരണോ എന്ന് വേണം. ജയശ്രീയും കൂടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രമേശൻ ഇത് ഏത് സിനിമയിലെ ക്യാരക്ടർ? രമേശൻ. ഓക്കെ, രമേശൻ ആണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പ്രീതി, രമേശൻ, കോട്ടപ്പള്ളി. ഓക്കെ, ഉത്തരം വന്നു കഴിഞ്ഞു. 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ ആരൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കട്ടെ. ജയശ്രീ കോട്ടപ്പള്ളി ഫുൾ നെയിം പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും അത്രയും പറഞ്ഞതിനും ഒരു പോയിന്റ് തരുന്നുണ്ട്. വേറെ എനിക്ക് വഴിയില്ല, വേറെ അധികം ആരും പറഞ്ഞിട്ടില്ല. അടുത്തത് സുരേഷാണ്. സുരേഷും പറഞ്ഞിട്ടുണ്ട് കോട്ടപ്പള്ളി. പിന്നെ പറഞ്ഞിരിക്കുന്ന പ്രഭാകരൻ, ജിഷ റീജോ ആണ് പ്രഭാകരൻ എന്ന് പറഞ്ഞത്. ജിഷയ്ക്കാണ് ശരിക്കും പോയിന്റ് തരേണ്ടത് കേട്ടോ. ജിഷ റീജോ, അപ്പോൾ ഒരു പോയിന്റ്. അപ്പൊ എല്ലാവരും ഹാഫേ പറഞ്ഞിട്ടുള്ളൂ. ചിലർ പ്രഭാകരൻ എന്ന് പറഞ്ഞു, ചിലർ കോട്ടപ്പള്ളി എന്ന് പറഞ്ഞു. പ്രഭാകരൻ പറഞ്ഞ ആൾക്കും കോട്ടപ്പള്ളി പറഞ്ഞ ആൾക്കും ഞാൻ പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. ജോൺ ബോൾ ടു മാർപ്പാവ പോളണ്ടുകാരനായിരുന്നു. കോട്ടപ്പള്ളി രമേശനല്ല, പ്രഭാകരനാണ് കേട്ടോ. കോട്ടപ്പള്ളി പ്രഭാകരൻ. ജയശ്രീ വീണ്ടും പറഞ്ഞു. ഓക്കെ, അപ്പൊ 3 പേർക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ജിഷ, സുരേഷ്, ജയശ്രീ. ഓക്കെ, 3 പേർക്ക്. ഓക്കെ, അപ്പൊ ഇനി ജി കെ വരുമ്പോ സ്മിത കാര്യമായിട്ട് പങ്കെടുത്തോ. അപ്പൊ എന്തായാലും പോയിന്റ് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ നെറ്റിന്റെ പ്രശ്നം കൂടെ ഉണ്ട്, അതുകൂടെ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബീഡി ഉണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാൻ? ഏതാണ് സിനിമ? അബു പോവാണോ? അയ്യോ പോവല്ലേ, അങ്ങനെ പോവല്ലേ. എന്താ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാ ചോദിക്കുന്നത്. സ്പീഡ് പറയാന്നുള്ളതേ ഉള്ളൂ. ബീഡി ഉണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാൻ? ഏതാണ് സിനിമ? ബീഡി ഉണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാൻ? ഏതാണ് സിനിമ? വേഗം പറഞ്ഞു. ഇതൊക്കെ എപ്പോഴും നമ്മള് എത്രയോ കാലമായിട്ട് നമ്മൾ പറയുന്നത് അല്ലേ, ബീഡി ഉണ്ടോ സഖാവെ തീപ്പെട്ടി എടുക്കാൻ.
സരിത കിരൺ, ജയശ്രീ. ജയശ്രീ സിനിമയുടെ എൻസൈക്ലോപീഡിയ ആണല്ലോ. എല്ലാത്തിനും ഉത്തരം വരുന്നുണ്ട്, ചടപടാന്ന് ഉത്തരം വരുന്നുണ്ട്. അക്കരെ സിൽവി ക്വസ്റ്റ്യൻ കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അത് സിനിമയാണ് ചോദിച്ചത്. അക്കരെ അക്കരെ അക്കരെ. ലാൽ സലാം. മിനു എത്തി. മിനുവിന് അല്പം സിനിമ നോളജ് ഒക്കെ ഉള്ള ആളാണ്, അപ്പൊ കോമ്പറ്റീഷനുള്ള സ്കോപ്പുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഡയലോഗുകളാവുമ്പോ അല്ലേ മിനു? ലാൽ സലാം. അപ്പൊ ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാൻ ഇനി പോയിന്റിലേക്ക് പോകട്ടെ. ആദ്യം ഉത്തരം പറഞ്ഞത് സരിത കിരൺ ആണ്. സരിത കിരൺ, ജയശ്രീ ജോൺ, പ്രീതി പവിത്രൻ. ജയശ്രീ ജോൺ ആരാണ്? സരിത പിന്നെ പ്രീതി പവിത്രൻ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കാണ് പോയിന്റ് കിട്ടിയത്. 3 പേർക്ക്, സരിത പവിത്രൻ, ജയശ്രീ ജോൺ, പ്രീതി, ഇത്രയും പേർക്കാണ് പോയിന്റ് കിട്ടിയത്. പട്ടണപ്രവേശം, ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറെ മൂവീസ് ഉണ്ട്. ഉത്തരം വന്നിട്ടാ ക്വസ്റ്റ്യൻ കേൾക്കുന്നത്. അയ്യോ, അത് നെറ്റിന്റെയാ കേട്ടോ. ശിവപ്രസാദ് വൈകി എന്ന് പറയുന്നു. ജയശ്രീ സ്പോക്കിംഗ് മൂവി എൻസൈക്ലോപീഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മേ ബി വി ആർ പുവർ, കൂലീസ്, ട്രോളി പുള്ളേഴ്സ്, ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ്. ഏതാണ് സിനിമ? സിനിമയാണ് പാതി ജീവിതം. എല്ലാവർക്കും സിനിമയോട് പ്രത്യേക താല്പര്യം തന്നെ ഉണ്ട് അല്ലേ ജയശ്രീ? പക്ഷെ ഇതൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. നെട്ടൂർ സ്റ്റീഫൻ, അതെ, നെട്ടൂരാനോടാണോടാ നിന്റെ കളി അല്ലേ ഒക്കെ ചോദിക്കുന്ന ആ സിനിമയിലാണ്. അപ്പോ ഇത് ഉത്തരം പറയൂ. മേ ബി വി ആർ പുവർ, കൂലീസ്, ട്രോളി പുള്ളേഴ്സ്, ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ്. ഏതാണ് സിനിമ? എല്ലാവർക്കും നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉത്തരം എത്തിയ ശേഷമാണ് ചോദ്യം കേൾക്കുന്നത്. അയ്യോടാ, ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്യോ, റീസ്റ്റാർട്ട് ചെയ്യോ? അഞ്ജു ഉത്തരം പറഞ്ഞു, അങ്ങാടി പറഞ്ഞു. സരിത കിരൺ അങ്ങാടി പറഞ്ഞു. ബിനോ മാത്യു അങ്ങാടി പറഞ്ഞു. പ്രീതി അങ്ങാടി, ശരണ്യ അങ്ങാടി, ഇന്ദു പ്രശാന്ത് അങ്ങാടി, ഫർസാന സന അങ്ങാടി. എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. അങ്ങാടിയാണ്. ഓക്കെ, അങ്ങാടി ആദ്യം പറഞ്ഞത് ആരാണ്? അഞ്ജുവിന് 1 പോയിന്റ്. പിന്നെ സരിത കിരൺ 1 പോയിന്റ്. പിന്നെ അടുത്തത് ബിനോ അല്ലേ? ബിനോയ്ക്ക് ഇന്ന് ആദ്യത്തെ പോയിന്റ് ആണ്. ഓക്കെ, ബിനോയ്ക്കും 1 പോയിന്റ്. ഓക്കെ, അപ്പോ ആൻസർ വരുന്നു. പിന്നെ ക്വസ്റ്റ്യനും ഇതിൽ നിന്നൊന്ന് ലെഫ്റ്റ് ആയിട്ട് വീണ്ടും ഒന്ന് കയറിക്കേ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അങ്ങാടി ഉത്തരം പറഞ്ഞ അങ്ങാടിയാണ്. പ്രീത ഗോപിനാഥ് ഹായ്. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ കണ്ട ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നും ആവില്ല, കൊന്നുകളയും ഞാൻ. ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. ഇത് എല്ലാവർക്കും അറിയുന്നു. അഞ്ജു പറഞ്ഞപ്പോൾ ഞാനിത് അഞ്ജുവിനെ പറ്റി ഒരു വിശ്വാസം ഇല്ലേ സ്മിത? അഞ്ജു കേൾക്കണ്ട കേട്ടോ. അയ്യോ, ഞാൻ ലിസ പറഞ്ഞിട്ട് പോയിന്റ് ഇല്ല, പിന്നെ നെറ്റും ഇല്ല. അയ്യോ, നെറ്റാണ് എല്ലാവർക്കും ഒരു ഇഷ്യൂ. കണ്ടോ, അഞ്ജുവിന്റെ കയ്യിൽ നിന്ന് വല്ലത് കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതെ, അതിന് പോയിന്റ് തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞു, ഇത് കേട്ടോ, ചോദ്യം കേട്ടോ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ കണ്ട ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നും ആവില്ല, കൊന്നുകളയും ഞാൻ. ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. സിനിമയല്ല ഞാൻ ചോദിച്ചത്, കഥാപാത്രത്തിന്റെ പേരാണ്. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ആരൊക്കെയാണ് പറയുന്നത്? സുരേഷ് പറഞ്ഞു, ദേവാസുരം പറയുന്നു. സിനിമയല്ല ഞാൻ ചോദിച്ചത്, കഥാപാത്രത്തിന്റെ പേരാണ്. ബിനോ ആടുതോമ, അഞ്ജു രഞ്ജിമ ഇന്ദുചൂടൻ, പ്രീതി പവിത്ര മംഗലശ്ശേരി നീലകണ്ഠൻ, ഇന്ദു പവിത്രൻ ഇന്ദുചൂടൻ, സിൽവി മോഹൻലാൽ. സിൽവിക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ? ക്വസ്റ്റ്യൻ ആവുന്നില്ലേ? സബിറ, സൗമ്യ മാളു, ഇന്ദുചൂടൻ, ആടുതോമ, കാർത്തികേയൻ, നീലകണ്ഠൻ.
അയ്യോ മോഹൻലാൽ കാർത്തികേയൻ. അപ്പോൾ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ 3 പേരെ ഒന്ന് ഞാൻ ചൂസ് ചെയ്തോട്ടെ. 3 പേരെ ആരൊക്കെയാണെന്ന് എടുത്തോട്ടെ. അഞ്ജു രഞ്ജിമ ഇന്ദുചൂടൻ അല്ല. പ്രീതി മംഗലശ്ശേരി നീലകണ്ഠൻ കറക്റ്റ് ആണ്. മംഗലശ്ശേരി നീലകണ്ഠനാണ് ഉത്തരം. പ്രീതി. പിന്നെ നീലകണ്ഠൻ പറഞ്ഞിരിക്കുന്നത് അഞ്ജു. 2 ഉത്തരം പറഞ്ഞിരിക്കുന്നു. മംഗലശ്ശേരി നീലകണ്ഠനും പറഞ്ഞ കാർത്തികേയനും പറഞ്ഞിരിക്കുന്നു. അതിനകത്തൊന്നും ഞാൻ ചൂസ് ചെയ്യൂല കേട്ടോ. ഒറ്റ ഉത്തരത്തിനേ എടുക്കുള്ളൂ. എനിക്കിട്ട ഓപ്ഷൻ തരിക. അപ്പൊ ആദ്യം പ്രീതി പറഞ്ഞിട്ടുണ്ട്. പ്രീതി പവിത്രൻ. പിന്നെ വന്നിരിക്കുന്നത് പോയിന്റ് നോക്കാനൊരു പണിയാണ്. പ്രീതി പവിത്രൻ. പിന്നെ ഇങ്ങോട്ട് വന്ന് എന്ത് ചൂടനല്ല മംഗലശ്ശേരി നീലകണ്ഠൻ. ഓക്കെ, സുമേഷാണ് അടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജയശ്രീ. ഇത്രയും പേരാണ്, 3 പേർക്കാണ്. ജയശ്രീ, സുമേഷ്, പ്രീതി. അപ്പോ മംഗലശ്ശേരി നീലകണ്ഠനാണ്. എന്നാ നടേശൻ എന്തെങ്കിലും ഇരിക്കട്ടെ എന്നാണോ അഞ്ജു കള്ളിയ? ഓക്കെ. കാർത്തികേയന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പറ്റൂല, അതൊന്നും പറ്റൂല. കാർത്തികേയന്റെ അച്ഛനൊന്നും പറ്റത്തില്ല. സിനിമ ആ കഥാപാത്രത്തിന്റെ പേരുണ്ടല്ലോ, ആ പേര് തന്നെ പറയണം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ന് എനിക്കാണ് FB ശാപം. അയ്യോ, ചോദ്യം വരുന്നതിന് മുന്നേ ഉത്തരം വരുന്നു. അത് ഭയങ്കര കഷ്ടമാണല്ലേ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ മരണം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചില്ലേ? ഇത് ഏത് സിനിമയിലേതാണ്? എന്റെ മരണം നിങ്ങൾ എല്ലാവരും ഒരു നിമിഷത്തേക്കെങ്കിലും ആഗ്രഹിച്ചില്ലേ? ഇത് ഏത് സിനിമയിലേതാണ്? അയ്യോ, പോവാണോ? പ്രീത ഗോപിനാഥൻ. ഞാൻ പോവാട്ടോ, ഒരു വഴിക്ക് പോകാനുണ്ട്, അടുത്ത ആഴ്ച വരാം. ഓക്കെ, ശരി. ഒരു വഴിക്ക് പോകാനുണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ജിഷയും പോവാണോ? അയ്യോ, ജിഷ ഒരു പോയിന്റ് വാങ്ങിച്ചിട്ടാണ് ഈ പോകുന്നത്, ബാക്കിയും കൂടെ വാങ്ങണ്ടേ? എന്റെ മരണം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചില്ലേ? ഇത് ഏത് സിനിമയിലേതാണ്? ഭയങ്കര വികാരനിർഭരമായ ഒരു മൊമെന്റ്സ് ആണ് ഇതൊക്കെ. ഇത് സുഹൃതം ഉത്തരം പറഞ്ഞു. അഞ്ജു ഉത്തരം പറഞ്ഞു. ഹിറ്റ്ലർ എന്ന് പറഞ്ഞിരിക്കുന്നു. ബിനോ സുഹൃതം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മരണം ആഗ്രഹിച്ചിരിക്കുന്ന കുറെ ക്യാരക്ടേഴ്സ്, കുറെ മുഹൂർത്തങ്ങളുണ്ട്. കുറെ സിനിമയ്ക്കകത്തുണ്ട് അങ്ങനത്തെ ഒരു മുഹൂർത്തം ഇല്ലേ? ഒരു പ്രധാന കഥാപാത്രത്തിന്റെ മരണം ആഗ്രഹിച്ചിരിക്കുന്ന മൊമെന്റ്സ് വരുന്ന കുറെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനൊരു ഡയലോഗ് വരുന്നതാണ് കാര്യം കേട്ടോ. ഞാൻ റീഫ്രഷ് ചെയ്ത് മടുത്തു. അയ്യോടാ. ജയശ്രീ സുഹൃതം പറഞ്ഞു. അഞ്ജു രഞ്ജിമ ഹിറ്റ്ലർ പറഞ്ഞു. ബിനോ സുഹൃതം പറഞ്ഞു. സ്മിത പൗലോസ് സുഹൃതം. സൗമ്യ അമ്മാളു ഹിറ്റ്ലർ. സരിത കിരൺ ഹിറ്റ്ലർ. സാബിറ ഹിറ്റ്ലർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉത്തരം പറഞ്ഞു. സിൽവി പോവല്ലേ? അയ്യോ, പോവല്ലേ? അപ്പോ ഹിറ്റ്ലർ ആണ് ഉത്തരം. ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അഞ്ജു ആണല്ലേ? അഞ്ജു രഞ്ജിമ. അഞ്ജുവിന് ഒരു പോയിന്റ്. ഹിറ്റ്ലർ പറഞ്ഞു. അപ്പൊ ഹിറ്റ്ലർ ഉത്തരാണ്. അടുത്തത് ഹിറ്റ്ലർ പറഞ്ഞത് ആരാണ്? സൗമ്യക്കും ഒരു പോയിന്റ്. പിന്നെ സൗമ്യ കഴിഞ്ഞിട്ട് ആരാണ്? സരിത കിരൺ. സരിതയ്ക്കും ഒരു പോയിന്റ്. സരിതയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്. ആരും പോവല്ലേ കേട്ടോ. ലൈവ് കാണുന്ന ഒരു പേജ് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അതെല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. കൂട്ടശങ്ങൾ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ്. അടുത്ത ചോദ്യം. കാശൊക്കെ പാളീസായിരിക്കും ലോറൻസേ, ഏത് സിനിമയിലേതാണിത്? ഇതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈശ്വര, ഇതാരാ? ഞാനാ ബിനു, ഞാനാട്ടോ. അപ്പോ ഈ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടല്ലോ. ഇതെല്ലാവർക്കും അറിയാം. കാശൊക്കെ പാളീസായിരിക്കും ലോറൻസേ, ഏത് സിനിമയിലാണ്? ലോറൻസ് എന്നുള്ള വിളി കേൾക്കുമ്പോഴേ എനിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും അല്ലേ? അഞ്ജു തങ്കമ്മയല്ല, പൊന്നമ്മയാണ്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അഞ്ജുവിനോട്. നമ്മുടെ സ്വന്തം. അതെ, ബിനു ആണ്ടിലും കാലത്തും ഒക്കെ ബിനു ലൈവില് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്ന കേട്ടില്ലേ? ഇത് കാശൊക്കെ പാളീസായിരിക്കുക ലോറൻസേ, ഏത് സിനിമയിലെ? പ്രാഞ്ചിയേട്ടൻ ഉത്തരം വന്നു. പെട്ടെന്ന് ഇത് ആ ലോറൻസ് വിളി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കിട്ടത്തില്ലേ? പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് ഉത്തരം വന്നിരിക്കുന്നു. ഇനി ആരും അത് കോപ്പി അടിക്കണ്ട, അത് തെറ്റാണ്. പോയിന്റ് നില പറയാം കേട്ടോ. പോയിന്റ് നില ഇപ്പോ ഇതില്
മുന്നിട്ട് നിൽക്കുന്നത് പ്രീതി, ജയശ്രീ എന്നിവരാണ്. പ്രീതിക്ക് 6 പോയിന്റ്, ജയശ്രീക്ക് 8 പോയിന്റ് ഉണ്ട്. പിന്നെ 4 പോയിന്റായിട്ട് സുമേഷ് പിന്നാലെയുണ്ട്. അഞ്ജു 3 പോയിന്റ്, സരിത 3 പോയിന്റ്. പിന്നെ സാബിറ 2, അബു 2, ഇന്ദു 2, സൗമ്യ 2, സുമേഷ് 1, പിന്നെ ബിനോ 1, ജിഷ റീജു 1. ഇത്രയും പേരാണ്. പ്രാഞ്ചിയേട്ടൻ, എല്ലാരും പ്രാഞ്ചിയേട്ടനാ പറയുന്നേ. അയ്യോ, ഇത് ഭയങ്കര ഒരു കോമഡി സിനിമ. കോമഡി എന്നും പറയാൻ പറ്റില്ല, എന്നാ സീരിയസും ആണ്. അത്രമാത്രം സീരിയസും ആണ്. കോമഡി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഞാൻ എന്താ ഒരു ക്ലൂ തന്നു കഴിഞ്ഞാൽ പറയാമോ? ക്ലൂ തരണോ? ക്ലൂ ദിലീപിന്റെ സിനിമയാണ്. ഇനി ഞാൻ പറയില്ല കേട്ടോ. ഇനി അതിനകത്തൊരു ക്ലൂ എന്തുവാ പറയണ്ടേ? ദിലീപിന്റെ സിനിമയാണ്. കോമഡിയും ആണ്, പക്ഷെ സീരിയസും ആണ്. അത്രയും സീരിയസും ആണ്, എന്നാൽ കോമഡി ഇഷ്ടം പോലെ ഉണ്ട്. അത് എല്ലാരും പ്രാഞ്ചിയേട്ടൻ പറയുന്നത് വെച്ചാൽ പലരും ഇങ്ങനെ കോപ്പി ചെയ്ത് പറയും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞതാണ്, വെറുതെ അതിനകത്തോട്ട് ചിന്തിക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞത്. പ്രാഞ്ചിയേട്ടൻ തെറ്റാണ്. സിനിമ ദിലീപിന്റെ ആണ്. നല്ല കോമഡി ഉണ്ട്, പക്ഷെ എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. കാശൊക്കെ പാളീസായിരിക്കല്ലോ ലോറൻസേ. ഏത് സിനിമയിലെ? ദിലീപ് വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ചെയ്തതാണ്. ഇനി അതും കൂടെ പറയാം. ഇത്രയും പറഞ്ഞില്ലേ? ദിലീപ് ഒരുപാട് സിനിമയ്ക്കകത്ത് അങ്ങനത്തെ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ലോറൻസ് എന്ന് പറയുന്ന ആളെ ഒന്ന് ഓർക്കാം. പവിത്ര, ഒത്തിരി പേര് ഉത്തരം പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സ്മിത പൗലോസ് തിളക്കം പറഞ്ഞു. അഞ്ജു രഞ്ജിമ ഞാൻ കേട്ടില്ല, ഒന്നും പറഞ്ഞല്ലോ. സഹല ഇന്ന് എവിടെയായിരുന്നു? ലേറ്റ് ആയോ വന്നപ്പം? റൺവേ പറഞ്ഞു. സാബിറ റൺവേ പറഞ്ഞു. പ്രീതി പവിത്രം പഞ്ചാബി ഹൗസ്. ബിനോ മാത്യു മാന്ത്രിക കുതിര. പവിത്ര ഉണ്ണി ചാന്തുപൊട്ട്. ഫർസാന സന റൺവേ. കുഞ്ഞിക്കൂന് വൈശാഖിന് ലേറ്റ് ആയി, ഇപ്പൊ വന്നു. സാബിറ ചാന്തുപൊട്ട് റൺവേ ആണോ? ഞാൻ പറഞ്ഞ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞില്ല, ദിലീപ് കുറെ സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന് ഈ പേര് ലോറൻസ് എന്ന് വിളിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഉത്തരങ്ങൾ വന്നതിൽ പവിത്രയാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ചാന്തുപൊട്ടാണ് ഉത്തരം. പവിത്ര, എനിക്കൊന്ന് പവിത്രയുടെ നെറ്റ് ഇന്ന് സ്ലോ ആയി പോയിട്ടാണ്. ഇല്ലെങ്കിൽ പവിത്രക്ക് ഇതെല്ലാം കിട്ടിയേനെ പെട്ടെന്ന്. ചാന്തുപൊട്ട് പിന്നെ വേറെ ആരാ? സാബിറ പറഞ്ഞു അല്ലെ? പവിത്രയ്ക്ക് ശേഷം പറഞ്ഞത് സാബിറയാണ്. സാബിറ 1 പോയിന്റ്. പിന്നെ ആരാ? പവിത്ര, സാബിറ, പിന്നെ അടുത്തത് സരിത. ഇത്രയും പേർക്കാണ്. പാപ്പിയപ്പച്ച ഒന്നും അല്ല കേട്ടോ. പച്ചക്കുതിര, മീശമാധവൻ, എന്നാ പിന്നെ സി എ ഡി മൂസ. അയ്യടാ. ദിലീപിന്റെ സകല സിനിമകളും കുറെ ഡയലോഗുകളുണ്ട് കേട്ടോ ദിലീപിന്റെ സിനിമയ്ക്ക്. പക്ഷെ എല്ലാരും പെട്ടെന്ന് പറയും. കോമഡി ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്ന പെട്ടെന്ന് ഓർമ്മ കിട്ടും. അതുകൊണ്ട് വേണ്ട, ദിലീപ് അവിടോട്ട് ഇരിക്കട്ടെ. അടുത്തത് പറയാമേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചാന്തുപൊട്ട്. ഇപ്പൊ എല്ലാവരും ചാന്തുപൊട്ട് പറയുന്നുണ്ട്. എനിക്കറിയാം ജയശ്രീ എന്തിനാ അത് പറഞ്ഞത്. ജയശ്രീക്ക് എല്ലാം ഓർമ്മയുണ്ട് ഡയലോഗ്, കോമഡി ആയതുകൊണ്ട് അല്ലേ? വേണ്ട. പവിത്രയ്ക്കൊരു പോയിന്റ്. അതിന്റെ ഇതാണ്, ആഘോഷമാണ്. അടുത്തത് അറിഞ്ഞില്ല. ഇത് ഞാൻ അറിഞ്ഞില്ല. ഏതാണ് സിനിമ? ഭയങ്കര ഹിറ്റ് മൂവിയാണ്. ഇത് നമ്മള് ഈ ഡയലോഗ് ഭയങ്കര സീരിയസ് ആണെങ്കിലും ചിലപ്പോ കോമഡി ആയിട്ട് എടുത്ത ആൾക്കാർ പറയാനുണ്ട്. നമ്മളൊരു ടീമല്ലേ. ഇതില് ഒരു ടീമും ഇല്ല കേട്ടോ. ഇത് നമ്മള് ജഗട. അപ്പൊ അറിഞ്ഞില്ല. ഇത് ഞാൻ അറിഞ്ഞില്ല. ഏതാണ് സിനിമ? ഒരു ടോൺ ഇട്ട് അല്പസ്വല്പം ഞാനൊരു ടോൺ ഇട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ കിട്ടും തോന്നുന്നു. ഇത് നമ്മൾ ചിലപ്പം കോമഡി ആയിട്ടൊക്കെ നമ്മള് ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പോ പറയാറുണ്ട് അല്ലേ? ഹിസൈനസ് അബ്ദുള്ള ഉത്തരം വന്നു എന്ന് വെച്ചത് നോക്കട്ടെ. അടുത്ത ഉത്തരങ്ങൾ നോക്കട്ടെ. ബിനോ മാത്യു നന്ദനം, എന്റെ ലോറൻസ് ഏട്ടാ, സരിത കിരൺ സർഗം, ഹിസൈനസ് അബ്ദുള്ള, നന്ദനം, സഹല നന്ദനം പറഞ്ഞു. പെട്ടെന്ന് പോട്ടെ. അറിഞ്ഞില്ല. ഇത് ഞാൻ അറിഞ്ഞില്ല. ഏതാണ് സിനിമ? ഹിറ്റ് മൂവിയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ
സിനിമയിൽ ഭയങ്കര സീരിയസ് ആണെങ്കിൽ പോലും നമ്മളത് കളിയായിട്ടെടുത്ത് ഒക്കെ പറയാറുണ്ട്. എന്നിട്ട് കിട്ടുന്നില്ലേ? ഉത്തരം വന്നിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടൊരു ഒരു ഊർജം പോരാ. പോത്തൻ വാവ ശരണ്യാണ് പോത്തൻ വാവ പറഞ്ഞിരിക്കുന്നത്. സൗമ്യ ഹിസൈനസ് അബ്ദുള്ള പറഞ്ഞു. ഓക്കെ, ബിന മാത്യു, അതെ അതെ അതെ, നെടുമുടിയാണ്. സർഗം ഒരു പോയിന്റെങ്കിലും തരും. എനിക്ക് പോയിന്റ് തരുന്നതിന് ഒരു വിരോധവും ഇല്ല സ്മിത, പോയിന്റ് ഞാൻ തരും. പക്ഷെ ഉത്തരം ചടപടാന്ന് ഇങ്ങോട്ട് പോരണം. നന്ദേച്ചി ചിത്രം എങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഉത്തരം ഞാൻ പറയട്ടെ. ഉത്തരം കുറച്ചു പേരെ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ഫേമസ് ഒരു ഡയലോഗായിട്ട് അറിഞ്ഞില്ല അല്ലേ? എങ്ങനെ പറയുന്നല്ലേ, ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത്. ഇത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നോ? നന്ദനം സർഗം. അപ്പൊ ഉത്തരം സർഗമാണ്. സരിതയാണ് ആദ്യം പറഞ്ഞത് അല്ലെ? സരിതയാണ് ആദ്യം പറഞ്ഞത്. സരിത കിരൺ ഒരു പോയിന്റ്. സരിത. ജയശ്രീ എവിടെ പോയി? കിട്ടിയില്ലേ ഉത്തരം? വൈശാഖ് ഉത്തരം പറഞ്ഞു. വൈശാഖ് ഒരു ദിവസം വന്ന ലേറ്റ് ആയിട്ടായാലും ഒരു പോയിന്റും കൊണ്ടേ പോവുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ വേറെ ആരാ? ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ, ഒന്നുകൂടെ നോക്കിക്കോട്ടെ. സരിത അത് പറഞ്ഞു. സർഗം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ വൈശാഖാണ്. ഓക്കെ, പിന്നെ ജിഷ തിരിച്ചു വന്നോ? ജിഷ പോയില്ലേ? ഓക്കെ, ജിഷയ്ക്ക് ഒരു പോയിന്റ്. അതാണ് പറഞ്ഞത്, ഇവിടെ നിന്നാ പോയിന്റ് കിട്ടും. ഇംഗ്ലീഷ് മീഡിയം ഇല്ല, ഇതാണ് അറിഞ്ഞില്ല. ഇത് ഞാൻ അറിഞ്ഞില്ല. ആ ഒരു പറയല്ലേ, വിനീത് പാട്ട് പാടുന്ന സമയത്ത് പറയല്ലേ, അപ്പൊ അതാണ് ആ ഒരു സീനുണ്ടല്ലോ, വയ്യ മടുത്തു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഡയലോഗുകളാണ്. ഇംഗ്ലീഷ് മീഡിയം സിനിമയിലും ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ? ഇതെന്നാലും ആദ്യം പറയുന്നത് ഇതിലല്ലേ, ഇതിനകത്ത് ഈ ഡയലോഗല്ലേ വളരെ ഫേമസ് ആയിട്ട് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇവിടെ നിന്നാണ് ഇത് തുടക്കം. ഇംഗ്ലീഷ് പക്ഷെ ചില സിനിമയിലേക്ക് എടുത്ത് വീണ്ടും ചില സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് ശരിക്കും വരുന്ന ഡയലോഗ് ആദ്യമായിട്ട് വന്നിരിക്കുന്നവന് സർഗത്തിലാണ്. അത് പറയണം കേട്ടോ. പിന്നെ കുറെ സിനിമകളിൽ വീണ്ടും എടുത്ത് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അത് വേണ്ട, അത് അക്കളി വേണ്ട. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? കഥാപാത്രത്തിന്റെ പേര് കേട്ടോ, ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. ഇതും പറഞ്ഞല്ലോ, ഭയങ്കര വൈകാരികമായ നിമിഷങ്ങളാണ്. ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആണ്. വേഗം പറ. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? കഥാപാത്രത്തിന്റെ പേര്. ജയശ്രീ ജോൺ, ദശരഥം രാജീവ് മേനോൻ, പ്രീതി പവിത്രൻ രാജീവ്. പോരുത് ജിഷ പോരുത് കേട്ടോ, ഇവിടെ തന്നെ വേണം. രാജീവ്. ഫുൾ നെയിം പറയണം കേട്ടോ, ഫുൾ നെയിം പറയണം. രാജീവ് എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങൾ വേറെയും സിനിമയ്ക്കകത്തും പേരും ഒക്കെ ഉണ്ടല്ലോ. ഫുൾ നെയിം പറയൂ. ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഫുൾ നെയിം. രാജീവ് ഒരു കോമൺ നെയിമാണ്, ഒരുപാട് സിനിമയിലെ ക്യാരക്ടേഴ്സിനൊക്കെ പേരുണ്ട് രാജീവ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഫുൾ നെയിം പറയുന്നവർക്ക് ഇതിന്റെ പോയിന്റ് ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ടാണ്. പേരും അങ്ങനത്തെ ഒരു കോമൺ നെയിമാണ്, അപ്പൊ അതുകൊണ്ട്. ഓക്കെ, അപ്പോ ഇതില് ആദ്യം ഉത്തരം പറഞ്ഞത് ആരാണ്? ജയശ്രീയാണ്. ജയശ്രീ വീണ്ടും പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. ജയശ്രീ ഇടയ്ക്കൊന്ന് എവിടെയോ മുങ്ങിയായിരുന്നു. ദശരഥം രാജീവ് മേനോൻ, അതാണ് ജയശ്രീ പറഞ്ഞത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സഹല യാസറാണ്. സഹലയ്ക്ക് ഇന്ന് പോയിന്റ് വന്നില്ലായിരുന്നു അല്ലേ? സഹല യാസർ ഒരു പോയിന്റ്. പിന്നെ രാജീവ് മേനോൻ, പവിത്ര. പവിത്രയുടെ നെറ്റ് ഓക്കെ ആയി, അടിപൊളി. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ്. വൈശാഖ് ജയ് പറഞ്ഞിട്ടുണ്ട്, നിഷിബ പറഞ്ഞിട്ടുണ്ട്, സ്മിത പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്മിത ഇന്ന് ഉത്തരം പറഞ്ഞു കേട്ടോ, കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു, പക്ഷെ ലേറ്റ് ആയിപ്പോയി. രാജീവ് ഗാന്ധി എന്നൊന്നും പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, രാജീവ് എന്നൊന്നും പറയരുത് പറഞ്ഞു. സിനിമയുടെ ഇതിനകത്ത് ഫുൾ നെയിം വേണം. രാജീവ് മേനോൻ ആദ്യമേ പാതി പേരിൽ വിട്ടുപോയി. അതെ, പേര് വിട്ടുപോകാൻ പാടില്ല, കാരണം രാജീവ് ഒക്കെ എന്ന് പറഞ്ഞൊരു കോമൺ നെയിം അല്ലേ. വേറെ കുറെ സിനിമയ്ക്കകത്ത് ക്യാരക്ടർ ആ പേര് ഉണ്ട്, അതുകൊണ്ടാണ്. അടുത്തതാണ് വലിയൊരു കോമഡി സീനാണ്. ആരാടാന്ന് അറിയുന്നീ? സിനിമ ഏത് സിനിമയിലാണ് ഇത് ചോദിക്കുന്നത്?
ക്യാരക്ടറിനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാം. സിനിമ ഏതാന്ന് പറയണം. ഇത് ഒരുപാട് സ്റ്റിക്കറും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്കിപ്പോൾ. അതുകൊണ്ട് ഈ കോമഡി ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇത് പറയുന്ന സിനിമയാണ് പറയേണ്ടത്. ഭയങ്കര ഫേമസ് ഡയലോഗാണ്. ഇത്രേ ഉള്ളൂ സംഭവം. ആരാടാന്ന് അറിയുന്നത്. പക്ഷെ പല സിനിമയിലും ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള. ഇത് സിനിമ ഏതാണെന്ന് പറയാം. അഡ്മിൻ ഗെറ്റ് ഔട്ട് ബിരിയാണി ആർക്കും കൊടുക്കാതിരിക്കും. അവര് രണ്ടുപേരും ഉണ്ടല്ലോ, ജയശ്രീയും പവിത്ര, സിനിമയുടെ ആൾക്കാരാ. അവരോട് ഗെറ്റ് ഔട്ട് ഈ ഒരു ഇതിൽ നിന്ന് പറയാനേ പാടില്ല കേട്ടോ. പെട്ടെന്ന് പറ. ഇത് പെട്ടെന്ന് പറ. ആരാടാന്ന് അറിയുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മുടെ ഒരു ക്ലൂ തരാം. ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡി ആർട്ടിസ്റ്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരമാണ്. ഒരു കുറച്ചു പേരുണ്ടല്ലോ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ലേഡീസ് ഉണ്ടല്ലോ. നമ്മുടെ സുകുമാരി ചേച്ചിയുണ്ട്, പിന്നെ എന്താണ് KPS ഉണ്ട്. ഇവരുടെയൊക്കെ സംസാരം ഒരു പ്രത്യേക രീതിയിലുള്ള, അതുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംസാരമുള്ള ഒരാളാണ്. ഇൻ ഹരിഹർ നഗർ സിനിമ വന്നിരിക്കുന്നു. അല്ല, ഇൻ ഹരിഹർ നഗർ അല്ല, ഗോഡ് ഫാദർ. എല്ലാരും ഗോഡ് ഫാദർ പറയുന്നു. ഗോഡ് ഫാദർ അല്ല കേട്ടോ. ഇനി ഉത്തരം പറഞ്ഞുകൊണ്ട് പോലെ എല്ലാരും ഇങ്ങനെ ഗോഡ് ഫാദർ പറയല്ലേ. ഗോഡ് ഫാദർ അല്ല. ഉത്തരം ഇതുവരെയും വന്നിട്ടില്ല. ജയശ്രീ, ഞാൻ ചോദിച്ചത് സിനിമയുടെ പേരാ. ജയശ്രീ പറഞ്ഞ ഉത്തരം ശരിയാണ്. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരമല്ല. ആള് പറയുന്നത് ഫിലോമിനയാണ് പറയുന്നത്. പക്ഷെ സിനിമ പറയണം. ആരാടാന്ന് അറിയുന്നതെന്ന് ചോദിക്കുന്നത്. പവിത്ര പറയുന്നു ഹലോ മൈ ഡിയർ റോങ് നമ്പർ. പവിത്ര പറയുന്നു ഗോഡ് ഫാദർ ആനപ്പാറ അച്ചാമ്മ. സുനന്ദ മഹേഷ് ഫിലോമിന. നടിയല്ല, സിനിമയുടെ പേരാണ് ഞാൻ ചോദിച്ചത്. സിനിമയുടെ പേര് പറയാം. എല്ലാവരും ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞു. കറക്റ്റ് ആണ്. അപ്പൊ എന്ത് വേണം? ഞാൻ പറയട്ടെ, ഉത്തരം പറയട്ടെ. ഉത്തരം വരുന്നതേ ഇല്ല. ഇത്രയും ഞാൻ ക്ലൂ തന്നു. എനിക്കിനി ഇനി എന്താ ക്ലൂ തരേണ്ടത്? ഒരു ന്യൂസ് റിലേറ്റഡ് പേരാണ്. ഇനി അതുകൂടെ ക്ലൂ തരാം. ഒരു ന്യൂസ് റിലേറ്റഡ് പേരാണ്. ഇനി പറയാമോ? തലയണ മന്ത്രം ഒന്നുമല്ല, ഒരു ന്യൂസ് റിലേറ്റഡ്. സ്മിത പൗലോസ്. ഞാൻ പറഞ്ഞു. എവിടെ പറഞ്ഞോ? സ്മിത പൗലോസ് എന്നിട്ട് ഉത്തരം പറഞ്ഞോ? എവിടെ? കണ്ടില്ലല്ലോ. സന്ദേശം എന്നാണോ? ആ ഉത്തരം ഞാൻ കണ്ടു. അത് ഉത്തരം ശരിയല്ല. ഓക്കെ. തലയണം മന്ത്രം. അഞ്ജു രഞ്ജിമ കൗതുക വാർത്തകൾ. ജയശ്രീ ജോൺ സൗഹൃദം. ഒരു ന്യൂസ് റിലേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുകേഷ് പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടക്കുന്ന സിനിമ. ഇങ്ങനെ കുറെ അതിനകത്ത് ഉണ്ടല്ലോ. അവരുടെ കുറെ ആ ഒരു ടിപ്പിക്കൽ മൂവീസ് ആ ഒരു സമയത്ത് വന്നിട്ടുള്ള മൂവീസ് ഉണ്ടല്ലോ. അമ്മായി അഹമ്മദ് കുട്ടി സ്പീക്കിംഗ്. ആരാടാന്ന് അറിയുന്നത്? തന്നെ അഞ്ജു രഞ്ജിമ ഉത്തരം പറഞ്ഞു. അതാണ്. കൗതുക വാർത്തകളാണ് സിനിമ. അഞ്ജു രഞ്ജിമ. പിന്നെ വേറെ ആരാണ്? ഞാൻ നോക്കിക്കോട്ടെ. അഞ്ജു രഞ്ജിമ, ജയശ്രീ ജോൺ. അഞ്ജു രഞ്ജിമ, ജയശ്രീ ജോൺ. പിന്നെ ആരാ? ജയശ്രീ ജോൺ. ഓക്കെ. അഞ്ജു രഞ്ജിമ പറഞ്ഞു. ജയശ്രീ ജോൺ പിന്നീടാണ്. ആദ്യം സൗഹൃദമാണ് പറഞ്ഞതല്ലേ. സന്ദേശം. ലിസ ലാലു. തലയണ മന്ത്രം അല്ലടാ. സുരേഷ് മുകേഷ് കൗതുക. സരിത കിരൺ ആണ് പറഞ്ഞിരിക്കുന്നത്. സരിത കിരൺ, ജയശ്രീ ജോൺ. 3 പേരാണ്. ഓക്കെ. സരിത കിരൺ. ഓക്കെ. ഇത്രയും പേർക്കാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. സരിത കിരൺ, ജയശ്രീ ജോൺ, അഞ്ജു. ഓക്കെ. ഗോളാന്തര വാർത്ത അല്ല, കൗതുക വാർത്തകളാണ്. കൗതുക വാർത്തകൾ. ലിസ ലേറ്റ് ആയി പോയോ വരാൻ? ലിസയൊക്കെ നല്ല തിരക്കിലാണ്, എനിക്കറിയാം കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. ഐ ആം ദി സോറി അളിയ. ഐ ആം ദി സോറി. ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. ഐ ആം ദി സോറി അളിയ. ഐ ആം ദി സോറി. നമുക്ക് അതെ ജസ്റ്റ് മിസ്. ഓക്കെ. അപ്പൊ ഇത് പറ. ഐ ആം ദി സോറി അളിയ. ഐ ആം ദി സോറി. ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. വേഗം പറ. നമുക്ക് സമയം തീർന്നു പോകുന്നു.
വേഗം പറ. അതെ, ലിസ. യെസ്, ഓക്കെ. എന്തേലും പറയാനാണ് സ്മിത പൗലോസ് അഞ്ജുവിന് വിശ്വാസം ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ വേഗം പറ. നേരെ തിരുമേനി ഇപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ട് അത് സോറിയതല്ല. ഓക്കെ, അതിനി വേണ്ട. ഓക്കെ, ഇത് ഐ ആം ദി സോറി അളിയ. ഐ ആം ദി സോറി ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. ഐ ആം ദി സോറി അളിയ. ഐ ആം ദി സോറി ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. മണവാളൻ 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 എല്ലാവരും പറയുന്നു. അല്ല, മണവാളനല്ല. വേഗം വേഗം, നമ്മുടെ സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ മണവാളനല്ലെന്ന് പറയുന്നത്. സലീം കുമാർ ആണ്, പക്ഷെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. ഈ മണവാളനെ എല്ലാവരും പറയുന്നതുകൊണ്ടാണ് ഞാൻ തീർത്തി തന്നത് കേട്ടോ. ഇനി ആരും പറയരുത്, ഉത്തരത്തിലേക്ക് വരില്ല പിന്നെ ആരും. ലിസ മണവാളൻ പറഞ്ഞു, ഫർസാന മണവാളൻ പറഞ്ഞു, സാബിറ മണവാളൻ പറഞ്ഞു, സ്മിത മണവാളൻ പറഞ്ഞു. എന്തിനാ മണവാളൻ പറയുന്നത്? മണവാളനല്ല. ബിനോ സലീം കുമാർ പറഞ്ഞു ഞാൻ നടന്റെ പേരല്ല ചോദിച്ചത്. ജിഷ അറിയിച്ചു, ഓമനക്കുട്ടൻ അളിയൻ. പേര് പറ. ഓക്കെ, അപ്പൊ ഉത്തരം വന്നു കഴിഞ്ഞു. ഉത്തരം 2-3 പേര് പറഞ്ഞു കേട്ടോ. അപ്പോ ഒന്ന് നോക്കട്ടെ. ജിഷ, സരിത, സ്മിത പൗലോസ് 3 പേരാണ്. ഓമനക്കുട്ടനാണ് കേട്ടോ, ഓമനക്കുട്ടൻ നമ്മുടെ തിളക്കത്തിനകത്ത്. അപ്പോ ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് പോയിന്റ് നോട്ട് ചെയ്തോട്ടെ. ജിഷ, റീജോ, ഓമനക്കുട്ടൻ, പിന്നെ സരിത കിരൺ, ഓമനക്കുട്ടൻ, പിന്നെ വേറെ സ്മിത പൗലോസ്. കണ്ടോ, സ്മിതയ്ക്ക് ഒരു പോയിന്റ് ഒത്തു കേട്ടോ. അപ്പോൾ അധ്വാനം വെറുതെ ആയില്ല, ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റിലെ സലീം കുമാർ അല്ലല്ലോ, തിളക്കത്തിലാണ്, തിളക്ക സിനിമയാണ്, അതിലെ ഓമനക്കുട്ടനാണ് കേട്ടോ. ഓമനക്കുട്ടൻ സലീം കുമാർ കറക്റ്റാണ്, ഉത്തരം പറഞ്ഞു. അപ്പോൾ അടുത്തത് ഈശ്വര പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ, ഏതാണ് സിനിമ? ഈശ്വര പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ, ഏതാണ് സിനിമ? ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. ഈശ്വര പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ, ഏതാണ് സിനിമ? വേഗം പറ. ഈശ്വര പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ പറയാറില്ലേ, തമാശ പറയുന്ന കാര്യമാണ്, നമുക്കറിയാം. ഇതാരാ പറയുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഏതാണ് സിനിമ? ഏതാണ് സിനിമ? ജയശ്രീ പറഞ്ഞിരിക്കുന്നു CID ഉണ്ണികൃഷ്ണൻ BA B.Ed. സുധാകരൻ നിഷിബ പറഞ്ഞിരിക്കുന്നു ഞാൻ സിനിമയാണ് ചോദിച്ചത്. സിനിമ ചോദിച്ചത് ജിഷ റീജോ, കൽപ്പന, മിസ്റ്റർ ബ്രഹ്മചാരി, ലിസ ലാലു, മിസ്റ്റർ ബ്രഹ്മചാരി, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ പ്രീതി പറഞ്ഞിരിക്കുന്നു. കൽപ്പനയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഞാൻ ആ മീനിന്റെ കാര്യം ആലോചിക്കുക, ദിവസം മുഴുവൻ നീന്തിയാൽ ബോറടിക്കും. CID ഉണ്ണികൃഷ്ണൻ, മിസ്റ്റർ ബ്രഹ്മചാരി. ഓക്കെ, അപ്പൊ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഉത്തരം മിസ്റ്റർ ബ്രഹ്മചാരിയാണ്. ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ആരാന്ന് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. മിസ്റ്റർ ബ്രഹ്മചാരിയാണ് കേട്ടോ. ജിഷയാണ് ഉത്തരം പറഞ്ഞത്, മിസ്റ്റർ ബ്രഹ്മചാരി. പിന്നെ ലിസയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലിസയും വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റും കൊണ്ടേ പോവുള്ളൂ. അതാണ് സ്പിരിറ്റ്. മിസ്റ്റർ ബ്രഹ്മചാരി. പിന്നെ പറഞ്ഞ ശരണ്യാണ്. ശരണ്യ. ഓക്കെ, ഇത്രയും പേർക്കാണ്. സ്മിത, ലിസ, ശരണ്യ. മിസ്റ്റർ ബ്രഹ്മചാരിയിലെ കൽപ്പനയാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് ഈ ഡയലോഗെല്ലാം നന്നായിട്ട് അറിയാം, പക്ഷെ സിനിമയോ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ പേരോ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടുപോകും. അതാണ് ഓർമ്മശക്തിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യത്തിലേക്ക് വരാണ്. എന്താണെന്നറിയില്ല, ഒരാൾക്കൊരു നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോൾ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ഏത് സിനിമയിലെ ഡയലോഗാണ്? പോയിന്റ് നില പറയാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് പറയാമേ. എന്താണെന്നറിയില്ല, ഒരാൾക്ക് നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോൾ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ഏത് സിനിമയിലെ ഡയലോഗ്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശക്ക് ഇതെല്ലാം നമ്മൾ പറയുന്ന ഡയലോഗുകളൊക്കെ തന്നെയാ. വേഗം പറഞ്ഞോ. എന്താണെന്നറിയില്ല, ഒരാൾക്കൊരു നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോൾ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ഏത് സിനിമയിലെ ഡയലോഗാണ്?
ഇന്നും ബിരിയാണി കമ്പനിക്ക്. എന്നും കമ്പനി കൊണ്ടുപോകും ബിരിയാണി അല്ലേ പവിത്ര? ഇതിനാരും സമരം ചെയ്യരുത്. വൈശാഖ് ഉത്തരം പറയുന്നു രാവണപ്രഭു എന്ന് പറയുന്നു. സ്മിത പൗലോസ് രാവണപ്രഭു എന്ന് പറയുന്നു. പൂവൻകോഴിയോ സഹലായാസർ പൂവൻകോഴി എന്ന് പറയുന്നു. ഇത് എന്താണെന്നറിയില്ല. ഒരാൾക്കൊരു നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോൾ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ഇത് 2 ലേഡീസ് ഇരുന്ന് പറയുന്നതാണ്. രാവണപ്രഭു എന്താ എല്ലാരും പറഞ്ഞേ? അതിനകത്ത് അങ്ങനെ ഒരു ഡയലോഗ് എവിടെയാ വരാൻ സാധ്യത ഉള്ളതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. വേലി തന്നെ ഇങ്ങനെ അതാണ്. അഡ്മിൻസ് മാറിക്കൊടുക്കണം. ഞാനുണ്ടാക്കിയ ബിരിയാണി കഴിക്കാൻ വന്നു. പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ, അഡ്മിൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്നും ഇവർക്കാർക്കും കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അവരും വന്നിരുന്ന് നിങ്ങളെ പോലെ തന്നെ തട്ടുന്നതാ. ക്വസ്റ്റ്യൻ ആരുണ്ടാക്കുന്നു അവരുടെ കയ്യിലാണ് ഇതിന്റെ ഫുൾ സംഗതി ഇരിക്കുന്നത്. നമ്മൾ ആർക്കും വിട്ടുകൊടുക്കൂല. ആഷിഖ് അബു മൂവി എന്ന് പറഞ്ഞാൽ പോരാ, പേര് പറയണം. ഒരാൾ അല്പം കോമഡിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇത് പറഞ്ഞത്. മറ്റേ ആള് വളരെ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. ആ ആളിനോടാണ് ഇത് പറയുന്നത്. എന്താണെന്നറിയില്ല, ഒരാൾക്കൊരു നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോൾ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ഇത് വന്നതിന് ശേഷം നമ്മളെല്ലാവരും പരസ്പരം ഇങ്ങനെ തമാശയ്ക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു നായിക നടിയോട് ഒരു കോമഡി ആർട്ടിസ്റ്റ് പറയുന്നതാണ്. പുള്ളിക്കാരി കോമഡി ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സീരിയസ് ക്യാരക്ടേഴ്സും പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ല. അതെ ജയശ്രീ, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. അത് കറക്റ്റാണ്. നമ്മൾ ഈ കാര്യത്തിലൊക്കെ ജഗട എന്ന് ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക ജയശ്രീ. നമ്മൾ ഇതിനകത്തൊന്നും ഒരു സഹായം ആർക്കും ചെയ്തു കൊടുക്കൂല. രാവണപ്രഭുവിൽ രതീഷ് പറയുന്നുണ്ടോ ഇത് ആർക്കെങ്കിലും നല്ലത് വരുമ്പോ നമുക്കൊരു നെഞ്ചിനകത്തൊരു വിങ്ങലാന്ന് പറയുന്നേ? ഒരാളൊരു ഇത് പറഞ്ഞു, ആഷിഖ് കപൂറിന്റെ സിനിമയാണെന്ന് പറഞ്ഞു. കറക്റ്റാണ്. പിന്നെ ജയശ്രീ പറയുന്നു, സോൾട്ട് ആൻഡ് പെപ്പർ പറയുന്നു, സഹലായ അസർ റാണി പത്മിനി പറഞ്ഞു. ഉത്തരങ്ങൾ പോരട്ടെ, വേഗം പറഞ്ഞു. നമ്മുടെ സമയം പോയി. വേഗം പറയൂ. അപ്പൊ ഇതിന്റെ ഉത്തരം ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഒരാൾ ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാനത് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. സഹലയാണ് ഉത്തരം പറഞ്ഞത്. സഹലയ്ക്ക് 1 പോയിന്റ്. റാണി പത്മിനിയാണ് സിനിമ കേട്ടോ. അപ്പോൾ ഞാനൊരു പോയിന്റ് നില പറയാം. പ്രീതി പവിത്രൻ 6 പോയിന്റ്, ജയശ്രീ 10 പോയിന്റ്, പിന്നെ ഉള്ളതില് നിൽക്കുന്ന 7 പോയിന്റ് സരിത. അപ്പൊ ജയശ്രീ, സരിത, പ്രീതി പവിത്രൻ ഇവരാണ് മുന്നിട്ട് നിൽക്കുന്നത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ. പിന്നെ സാബിറ 3, അബു 2, ഇന്ദു 2, സുമേഷ് 4, സൗമ്യ 2, അഞ്ജു 4, സുമേഷ് 1, സുരേഷ് 1, ജിഷ 4, ബിനോ 1, പവിത്ര 2, വൈശാഖ് 1, സഹല 2, സ്മിത 1, ലിസ 1, ശരണ്യ 1. ഇത്രയും പേരാണ്. റാണി പത്മിനി. ഓക്കെ, അത് കഴിഞ്ഞു പോയി കേട്ടോ. അപ്പൊ അതിന്റെ ഒരാൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു. ഓക്കെ, സിനിമയുടെ ഓക്കെ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഒരു ചോദ്യത്തോടു കൂടി നമ്മൾ നിർത്തുവാണ് കേട്ടോ, നമുക്ക് സമയമില്ല. അതുകൊണ്ട് അയ്യോ ചേട്ടാ, ഞാൻ ഈ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല, ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. അയ്യോ ചേട്ടാ, ഞാൻ ഈ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല, ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര്. ഒരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാം കേട്ടോ. 2 ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാം. അതോടുകൂടി പിന്നെ ഫിനിഷ് ചെയ്യാം കേട്ടോ. 2 ചോദ്യം കൂടി ഉള്ളൂ ഇനി. ഇത് അയ്യോ ചേട്ടാ, ഞാൻ ഈ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല, ഇത് പറയുന്ന കഥാപാത്രത്തിന്റെ പേര് ഏതാണ്? സാബിറയും പറഞ്ഞു, പക്ഷെ ഒത്തിരി ലേറ്റ് ആയി കേട്ടോ. ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഒത്തിരി വെയിറ്റ് ചെയ്തു നമ്മള്. അഞ്ചിങ്ങി തരുമോന്ന്? 5 10 ഒക്കെ എടുത്തോ, ഉത്തരം പറഞ്ഞിട്ട് എടുത്തോ. ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഉത്തരം പറഞ്ഞതിന് മുൻപേ ആണോ സാബിറ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിന്റ് ഇടാം കേട്ടോ. സാബിറ ഓക്കെ, ശരി, സാബിറയ്ക്ക് ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, ക്യാരക്ടറിന്റെ പേര് വന്നു കഴിഞ്ഞു. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ ആരൊക്കെയാ പറഞ്ഞേ. എല്ലാവരും ഡാൻസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ലിസ പറഞ്ഞു, സുശീല, ഫർസാന സന സുശീല, സ്മിത സുശീല, പ്രീതി പവിത്രൻ ഓമന, സഹലായസ സുശീല. അപ്പോൾ എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സുശീലയാണ് ഉത്തരം. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, ശ്രിന്റെ പറയുന്നതാണ് 1983 അല്ലേ, സുശീലയാണ് ഉത്തരം. ഓക്കെ, ലിസ ഉത്തരം പറഞ്ഞു. പിന്നെ ഒരു മിനിറ്റ് ഒന്നുകൂടി നോക്കിക്കോട്ടെ. ലിസ, ഫർസാന, സ്മിത. ഫർസാന വന്നു. അപ്പൊ ഇനി ഒറ്റ ചോദ്യം കൂടെ ഉള്ളു കേട്ടോ, കഴിഞ്ഞു. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട, ഭാരത് മാതാ കി ജയ്, ഇത് ഏത് സിനിമയിലെയാണ്? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട, ഇത് ഏത് സിനിമയിലെയാണ്? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട, ഭാരത് മാതാ കി ജയ്, ഇത് ഏത് സിനിമയിലെയാണ്? നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ, ഈ ക്വസ്റ്റിനൂടെ ഉള്ളൂ, ഫൈനലാണ്. എടുത്തോണ്ട് പൊക്കോ. ഇത് ഏത് സിനിമയിലെ ഡയലോഗ്? അത് ഞാൻ ജയശ്രീയോട് അങ്ങോട്ട് പറയാം, എടുത്തോണ്ട് പൊക്കോ. ഇത് പറയൂ, അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട, ഭാരത് മാതാ കി ജയ്, ഇത് ഏത് സിനിമയിലെയാണ്? വേഗം പറ. ജയശ്രീ കനിയത്തിപ്രാവ് അതിനകത്തെ അത് പറഞ്ഞ ജയശ്രീ പറഞ്ഞ ഡയലോഗ് അല്ലേ. ഇത് ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട, ഭാരത് മാതാ കി ജയ്, ഇത് ഏത് സിനിമയിലെയാണ്? വേഗം വേഗം പറ. നമ്മുടെ ഒരു ഓക്കെ, പവിത്ര പറഞ്ഞിരിക്കുന്നത് മായാവി, സരിതാകരൻ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, സ്മിത പൗലോസ് അനിയത്തിപ്രാവ്, മായാവി പട്ടാളം, മായാവി. വേഗം വേഗം പറ. ഒരു കുറച്ച് 2-3 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തു തോന്നുന്നു, എന്നാലും വേഗം പറഞ്ഞു. വീണ്ടും ചില വീട്ടുകാരൻ എൻ്റെ ഡയലോഗാണ്, ഞാൻ പണിയെടുത്തിട്ട് ആരും നന്നാവണ്ട. അതാ സിനിമയും കൂടെ അങ്ങ് പറഞ്ഞോ. ഓക്കെ, ഉത്തരം ഒരാള് പറഞ്ഞിട്ടുണ്ട്, ബാക്കി ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ 3 പേര് ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ അവരെ ഇനി എടുക്കുവാണേ. ഒരു മിനിറ്റ്, ആരാ ഉത്തരം പറഞ്ഞ നോക്കട്ടെ, ഒരു മിനിറ്റ്. സരിത കിരൺ പറഞ്ഞിട്ടുണ്ട്. സരിത കട്ടപ്പനയിലെ ഹൃതിക് റോഷനാണ് സിനിമ. ഓക്കെ, സരിത പറഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുന്നത് കട്ടപ്പന എവിടെ? കട്ടപ്പന വൈശാഖ് 2 പോയിന്റ് അടിച്ചു മാറ്റി. വൈശാഖിനോട് നെറ്റിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്, എന്നിട്ടും കട്ടപ്പനയിലെ രീതിക് റോഷൻ പോട്ടെ, സാരമില്ല, അതൊക്കെ എഴുതി വെക്കുന്ന വലിയ പാടാ അല്ലേ. ജിഷയ്ക്കും ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിനിമ ക്വിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പോയിന്റ് നില ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ജയശ്രീയാണ്, 10 പോയിന്റോടുകൂടി ജയശ്രീ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സരിതയ്ക്കാണ് 8 പോയിന്റ്. പിന്നെ വരുന്നത് പ്രീതി പവിത്രൻ 6 പോയിന്റ്. പ്രീതി അല്ലേ, അതെ, 6 പോയിന്റ്. പിന്നെ അടുത്തത് 4th പ്ലേസിൽ ജിഷ റീജോ 5 പോയിന്റ്. അപ്പൊ ഇത്രയാണ്. ബാക്കിയുള്ളവരുടെ പോയിന്റ് ഞാൻ പറയാം. സാബിറ 4, സുമേഷ് 4, അഞ്ജു 4, ഇത്രയും പേർക്കാണ് 4 പോയിന്റ് വെച്ചിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കല്ല, അബുവിന് 2 പോയിന്റ്, ഇന്ദു 2 പോയിന്റ്, പിന്നെ സൗമ്യ 2 പോയിന്റ്, സുരേഷ് 1 പോയിന്റ്, ബിനോ 1, പവിത്ര 2, സഹല 2, സ്മിത 2, ലിസ ലാലു 2, ശരണ്യ 1, ഫർസാന 1. ഇങ്ങനെയാണ്. ജിഷ ലിസ എന്തായാലും വന്ന് 2 പോയിന്റും കൊണ്ടുപോയി, അത്രേ ഉള്ള കാര്യം. അതാണ്, നമ്മൾ ഒന്നും എടുക്കാതെ പോയില്ല എന്നുള്ളതല്ല. ഓക്കെ ജയശ്രീ. ഓക്കെ, ജയശ്രീ അല്ല വിജയശ്രീ. ജയശ്രീ ഓൾവേസ് വിജയശ്രീ തന്നെയാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടക്ഷരങ്ങൾ പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് കൂടെ ഒക്കെ പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടക്ഷരങ്ങൾ ഇങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ക്വിസിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, അടുത്ത ക്വിസിനും അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. അടുത്ത വെള്ളിയാഴ്ച വേറൊരാളായിരിക്കും. അപ്പോൾ എല്ലാവരും അവിടെ കാണാം, ഞാനും ഉണ്ടായിരിക്കും കോമ്പറ്റീറ്ററായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.